നമുക്ക് നല്ല ഒരു ടേസ്റ്റിൽ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ. നമ്മുടെ തന്നെ അടുക്കള തോട്ടത്തിൽ പിടിച്ച വെണ്ടയ്ക്കയും വഴുതനങ്ങയാണ്. അതെങ്ങനെ നമുക്ക് മെഴുക്ക് പുരട്ടെന്ന് നോക്കാം. എല്ലാവരും മെഴുക്ക് പറ്റുന്നത് ഇങ്ങനെയുള്ളവർ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ ചില വ്യത്യസ്തമായ രീതിയിൽ കറികളൊക്കെ വയ്ക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് മെഴുക്ക് പറ്റാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് വരണം. നല്ല ഒരു റോസ്റ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് അടുത്തത് ചേർക്കാം. ഇത് വളരെ നല്ല വ്യത്യസ്തവും പക്ഷേ നല്ല രുചിയായിട്ടുള്ള നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ്. ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഏത് മെഴുക്ക് പുരട്ടിയും നമുക്കിങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ വെണ്ടയ്ക്ക വഴുതനങ്ങയൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് നമ്മളവിടെ പിടിച്ച പച്ചമുളക് തന്നെയാണ്. നല്ല ചുമന്ന പച്ചമുളക്, ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് നല്ല പഴുത്തിരുന്ന പച്ചമുളകാണ്. ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ വലിയൊരു പിന്തുണ. ഇതൊന്ന് വീണ്ടും നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്കുണ്ടാകുന്ന നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ്. ഇത് ശരിക്കും സവാളയൊന്നും ശരിക്കും ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ആദ്യം ഞാൻ വെണ്ടയ്ക്കാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്ക രണ്ടായിട്ട് നെടുക ഒന്ന് കീറിയതിന് ശേഷം ഒന്ന് സൈഡ് ചരിച്ച് കട്ട് ചെയ്തെടുത്തു. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് വഴറ്റി വരുമ്പോൾ സെയിം കട്ട് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ഇതിലൊന്നും കിടക്കില്ലല്ലോ. ഒന്ന് വഴറ്റി വരുമ്പോൾ അതിൻ്റെ ആ ഷേപ്പ് തന്നെ മാറും. എന്നാലും നമ്മൾ കട്ട് ചെയ്ത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു വഴുതനങ്ങ, നമ്മുടെ അടുക്കള തോട്ടത്തിൽ പിടിച്ച തന്നെയാണ് വഴുതനങ്ങ. വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാം. കുറച്ച് സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കായ്പിടിച്ച് വരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, വഴറ്റിയെടുക്കാം. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വഴറ്റിയെടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് അല്ല പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഒന്ന് കുക്കായി കിട്ടിയിട്ട് പിന്നെ നമുക്ക് വേഗം എല്ലാം കൂടെ അല്പം ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു കളർ ഒന്ന് ഭംഗിക്കും. പിന്നെ വെജിറ്റബിളിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. കീടനാശിനികളൊന്നും ഉള്ള വെജിറ്റബിളിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ അങ്ങനെയുള്ളത് അല്ല. എന്നാലും ജൈവവളമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ എന്നാലും അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഏതിനും നല്ലതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഫിനിഷിങ്ങായി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുക്ക് ചെയ്ത് ഇതേ രീതിയിൽ വഴുതനയാലും ഏത് മെഴുക്ക് പറ്റിയാലും ഇതുപോലെ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്ക് പറ്റിയാണിത്. അതും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു കമൻറ്റുകൾ എല്ലാവരും എങ്ങനെയുണ്ട്, കൊള്ളാമോ, വെച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമോ, കുക്ക് ചെയ്തിട്ട് ടേസ്റ്റ് ഇഷ്ടമായോ എന്നൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റിൽ കൂടി അറിയിക്കണം. ഓക്കെ, താങ്ക് യു.